ഹലോ വെൽക്കം ടു ദ നെറ്റ് കപ്പിൾ യർ പെർഫെക്റ്റ് ട്രാവൽ ബഡീസ്. സോ ഇതൊരു ലോങ് ട്രിപ്പ് വീഡിയോസ് ഒന്നുമല്ല. ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു ഔട്ടിങ് പോവാണ് വിത്ത് അവർ ഫ്രണ്ട്സ്. സോ ഇത് ഇനീഷ്യലി ഞാൻ ഇത് പോർട്രേറ്റ് മോഡൽ ഷൂട്ട് ചെയ്യാനുള്ള കാരണം ഞാൻ ആദ്യം ഇനീഷ്യലി വിചാരിച്ചിരുന്നത് നമുക്കിത് ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്നായിരുന്നു, ബൈ പാർട്ട്. പക്ഷേ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട അത്ര കണ്ടൻറ്റേ ഉള്ളൂ. സോ ഐ ഡിസൈഡഡ് ടു മൂവ് ഓൺ വിത്ത് എ ലോങ് വീഡിയോ ഫോമാറ്റ്. സോ ഇന്ന് നമ്മൾ ഇവരോടൊക്കെ ഒപ്പമാണ് നമ്മൾ ഇന്നത്തെ ഔട്ടിങ്. സോ ഇതിനകത്ത് പഞ്ചുനും രഘുവിനും എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ കുറേ വീഡിയോസിനകത്ത് അവർ രണ്ടുപേരും ഉണ്ട്. നമ്മളപ്പോൾ ഇന്ന് ഡിസൈഡ് ചെയ്തിരുന്ന സ്പോട്ടെന്ന് പറയുന്നത് മൺട്രോത്തുരുത്തായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പം ബൈ റോഡാണ് നമ്മൾ പോയത്. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ കുറേ ആൾക്കാർ നമ്മൾ ബോട്ടിങ്ങിൻ്റെ ബോർഡൊക്കെ പിടിച്ചവിടെ നിൽപ്പുണ്ടായിരിക്കും. സോ നമ്മളൊരു ബോട്ടിങ് എടുത്തു. ബോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വള്ളത്തിലാണ് യാത്ര ചെയ്തത്. നമുക്ക് 3 hours ആയിരുന്നു ഇനീഷ്യലി പറഞ്ഞിരുന്നത്. ബട്ട് നമുക്ക് അത്രയും വേണ്ടാത്തതുകൊണ്ട് വി ഡിസൈഡഡ് ടു ഗോ ഫോർ 2 hours. അപ്പോൾ നമുക്ക് ഇതിന് ആയത് 1000 rupees ആയിരുന്നു. സോ നമുക്ക് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ വള്ളത്തിൽ കയറി നമ്മൾ മൺട്രോത്തുരുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. സോ നമുക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് മൺട്രോത്തുരുത്ത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മൺട്രോത്തുരുത്ത് എൻ്റെ പേര് വന്നത് എന്നൊക്കെ ഒന്നറിയാം. സോ കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിനും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹമാണ് മൺട്രോത്തുരുത്ത്. ഈ പ്രദേശത്തിൻ്റെ ആകെ വിസ്തീർണം 13.37 സ്ക്വയർ കിലോമീറ്റേഴ്സാണ്. ഇവിടെ എത്തുന്നതിന് നമുക്ക് ബൈ റോഡ് അല്ലെങ്കിൽ ജലഗതാഗത സൗകര്യങ്ങളും ലഭ്യമാണ്. കൊല്ലം ടൗണിൽ നിന്ന് നമുക്ക് ഇപ്പം ഓൺ ബൈ റോഡ് വരുവാണെങ്കിൽ ഏകദേശം ഒരു 25 kilometers ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് ഉള്ളത്. അവിടുന്ന് 1811 1815 ഇടയിൽ തിരുവിതാംകൂർ ദിവാനായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കേണൽ മൺറോയുടെ പേരിൽ നിന്നുമാണ് മൺട്രോത്തുരുത്ത് എന്ന പേര് ലഭിച്ചത്. ഏറെ ജനകീയനും സമർത്ഥനുമായിരുന്ന അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് മൺട്രോത്തുരുത്തെന്ന പേര് വന്നത്. ഇതിന് പിന്നീട് മൺട്രോത്തുരുത്തെന്നും ഈ സ്ഥലം അറിയപ്പെടാൻ തുടങ്ങി. 1000-ലേറെ വർഷത്തെ പ്രാചീനത ഈ ഗ്രാമത്തിന് അവകാശപ്പെടാൻ കഴിയും. ഉണ്ണുനീലി സന്ദേശത്തിൽ ഉണ്ണുനീലിക്ക് വഴി നിർദ്ദേശിക്കുമ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുന്നതായി പറയപ്പെടുന്നു. 1878 ഡച്ചുകാർ ഇവിടെ ഒരു പള്ളി സ്ഥാപിച്ചു. കേരളത്തിലെ ഏറ്റവും പുരാതനമായ പള്ളികളിൽ ഒന്നായി ഈ ഡച്ച് പള്ളി അറിയപ്പെടുന്നു. ഡച്ച് കേരളീയ വാസ്തുനിർമ്മാണ ശൈലിയുടെ ഉത്തമ ഉദാഹരണമായി ഇപ്പോഴും ഈ പള്ളി അഷ്ടമുടി കായലിൻ്റെ മനോഹരമായ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. കല്ലടയാറിൻ്റെ ഡെൽറ്റ പ്രദേശമായ ഇവിടെ ചെറുതും വലുതുമായ അനവധി തുരുത്തുകളുണ്ട്. കല്ലടയാറും അഷ്ടമുടി കായലും സംയോജിക്കുന്ന ഡെൽറ്റ പ്രദേശം എന്ന നിലയിൽ പ്രാധാന്യമർഹിക്കുന്ന ജൈവ വൈവിധ്യ പ്രദേശമാണ് മൺട്രോത്തുരുത്ത്. കടലുമായി ചേരുന്നതിനാൽ മത്സ്യസമ്പത്തും ധാരാളവുമുണ്ട്. അതൊക്കെയായിരുന്നു മൺട്രോത്തുരുത്തിൻ്റെ ചരിത്രവും പേര് വന്ന കാര്യവും പിന്നെ അതിൻ്റെ കുറച്ചൊരു ഭൂമിശാസ്ത്രമൊക്കെ. നമ്മളിത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു സ്ഥലത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് ബെറ്റർ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കുറച്ച് എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള സാധനവും കൂടെ പറഞ്ഞത്. നമുക്ക് ആ ഒരു ലാൻഡിനെ കുറിച്ച്, നമ്മൾ പോകുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ച് കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ഒരു മോണുമെൻ്റ് ആണെങ്കിലും കാണുമ്പോൾ നമുക്ക് കണ്ടിട്ടില്ലാത്തൊരു മോണുമെൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കതിൻ്റെ ഒരു ചരിത്രം അറിയണമെന്ന് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരഞ്ഞു പോയി കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നമ്മളിപ്പം പോയിക്കൊണ്ടിരുന്നിട്ട് നമ്മളിപ്പം 2 hours ആണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കുറേ നേരം പോയിട്ട് ആ ചേട്ടൻ നമ്മളെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കൊണ്ട് നിർത്തും. അങ്ങനെ നമുക്ക് അവിടെ അതത് ആഴം കുറവുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങാം, ഫോട്ടോസൊക്കെ എടുക്കാം, കുറച്ച് നേരം അവിടെ നിൽക്കാം. അവിടെ തന്നെ കരിക്കൊക്കെ കിട്ടും. പിന്നെ ഈ പറയുന്നിട്ട് നമ്മൾ പോകുന്ന സ്ഥലത്തിന് കുറച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടകളൊക്കെ കാണാൻ പറ്റും. നമുക്ക് വെള്ളം മേടിക്കേണ്ടവർക്ക് വെള്ളം മേടിക്കാം, അങ്ങനെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉള്ളത്. പിന്നെ ഒരു കാര്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പോകുന്നവർ മാക്സിമം ഒരു ഉച്ചയ്ക്ക് മുമ്പ് പോകാൻ നോക്കുക. രാവിലെ മോർണിംഗ് അവേഴ്സിൽ
പോകാൻ നോക്കുക. കാരണം വെയിൽ കുറഞ്ഞിരിക്കുന്ന സമയത്ത് പോകുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയി തോന്നുക. അല്ലെങ്കിൽ ഒരു ഈവനിങ് ആഫ്റ്റർ 4 നോക്കുക. അപ്പം നമുക്ക് സൺസെറ്റും എല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതാണ് നമ്മൾ വള്ളം നിർത്തുന്ന സ്ഥലം. അപ്പം ഞങ്ങൾ ചെന്നപ്പം ഓൾറെഡി ആഫ്റ്റർനൂൺ ആണെങ്കിലും സ്റ്റിൽ അവിടെ ആൾക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു. കുറച്ച് ദൂരെ നിന്ന് വന്നവരൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ അവിടെ ഇറങ്ങി അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നടന്നു. പിന്നെ എൻ്റെ വാട്ടർ ഫോബിയെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ചൊക്കെ എൻ്റെ വാട്ടർ ഫോബിയൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചത് എക്സ്പ്ലോർ ചെയ്ത് വരുന്നപ്പോൾ അങ്ങനെ മാറിയതായിരിക്കാം. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു കരിക്കൊക്കെ മേടിച്ച് കുടിച്ചു എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ എടുത്ത വീഡിയോസാണിത്. അപ്പം കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം തേങ്ങയായിരുന്നു എന്നൊക്കെ രവി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങുവാണ്. നമ്മളവിടുന്ന് ഇറങ്ങി നേരെ നടന്ന് വള്ളത്തിനകത്തോട്ട് കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഇനി തിരിച്ച് നമ്മൾ കയറിയ സ്പോട്ടിൽ ആ ചേട്ടൻ നമ്മളെ കൊണ്ടുവിടും. നമ്മൾ വന്ന വഴിയല്ല, വേറെ വഴിയായിരിക്കും തിരിച്ചു പോകുന്നതും. അങ്ങനെ നമ്മൾ കുറച്ച് ഏറെ അവിടെ നിന്നു. പക്ഷേ നമുക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടയുള്ളതുകൊണ്ട് നമുക്ക് വലുതായിട്ട് പ്രശ്നം പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. നല്ല വെയിലായിരുന്നു. ബട്ട് ഈ ദിവസങ്ങളിൽ സാധാരണയായിട്ട് മഴയായിരുന്നു. അപ്പം നമുക്ക് മഴ വരുമോ എന്നുള്ളൊരിതും ഉണ്ടായിരുന്നു. ബട്ട് മഴ പെയ്തില്ലെന്തോ. ബട്ട് അന്ന് രാവിലെയും ഞങ്ങളുടെ ആ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്കും നല്ല മഴയുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നല്ല തണുത്ത കാറ്റൊക്കെ കിട്ടും. പിന്നെ അങ്ങനെ പോകുമ്പം ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. കുറച്ചുകൂടെ നേച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവരും ഇങ്ങനത്തെ ബോട്ടിംഗ് എക്സ്പീരിയൻസിനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളൊരു മസ്റ്റ് വിസിറ്റായിട്ട് ഞാൻ പറയുന്നു. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ചിലപ്പോൾ ചിലർക്ക് ഈ ബോട്ടിംഗ് ഒക്കെ ബോറിംഗ് ആയിട്ട് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂറേഷൻ കുറച്ചെടുക്കാം. ഞങ്ങൾ അങ്ങനെയാണ് ഈ 3 hours 2 hours ആക്കി എടുത്തത്. പിന്നെ എൻ്റെ ഒരു സജഷനും കൂടെ ഉണ്ട്. നിങ്ങളിപ്പോൾ ബോട്ടിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു സ്പീക്കറും കൂടെ ക്യാരി ചെയ്താൽ പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്ത് പോവാം. അപ്പോൾ പിന്നീട് നമ്മൾ തിരിച്ചു വരുന്ന വഴി നമ്മൾ അന്താക്ഷരിയൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടിയാണ് തിരിച്ചു വന്നുകൊണ്ടിരുന്നത്. പമ്പയിലോട്ട് ഇത് 12 അടിയാണ് അല്ലേ? അത് മൊത്തം പോയി. സോ അതായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ് ഫ്രം മൺട്രോത്തുരുത്ത്. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് പറയപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിലും ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. Do subscribe to our channel. This is The Nerd Couple signing off. Bye bye.